ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നമുക്കൊരു ചിക്കൻ കറി റെസിപ്പി ആയാലോ. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലോ. എനിക്ക് വായോ. ഈ ഒരു സിമ്പിൾ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കടായി അടപ്പത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കാം. ഒരു 3-4 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 4-5 ഏലക്കയും 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്ത് അതൊന്നൊന്ന് സോട്ട് ചെയ്യാം കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 12 ചെറിയുള്ളി 2 വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്താൽ ടേസ്റ്റ് കൂടും, ചെറിയുള്ളി ചേർത്താൽ അത്രയും നല്ലതാണ്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയൊക്കെ പച്ചമണ്ണൊക്കെ മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ബ്രൗൺ നിറം ആവണ്ട, ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പച്ചമണം മറന്നു വരാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി. ഇനി ഫൈനലായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളി വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടിയും കോമ്പിനേഷനായിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും തരാതെ പോവല്ലേ. അപ്പോൾ ഇരുന്ന് കൊതി വിടാതെ വേഗം പോയിട്ട് ചിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കൂ. അല്ലെങ്കിൽ അടുത്ത തവണ ചിക്കൻ വാങ്ങുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.